ഹായ്, ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ ഒന്ന് പുറത്തൊക്കെ പോയി വരുന്നുണ്ട്. അതിന് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ, അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇറങ്ങാൻ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ദൂരേക്ക് പോകുമ്പോൾ അധികം ഇപ്പോൾ ഈ ഒരു തൂക്കുപാത്രത്തിൽ നിറയെ വെള്ളം എടുക്കും. പച്ചവെള്ളമാണ് എടുക്കാറ്. ബാക്കിയുള്ള കുപ്പികളിലൊക്കെ തിളപ്പിച്ചാറ്റി വെള്ളം എടുക്കും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കൈ കഴുകാം. പിന്നെ കുട്ടികളൊക്കെ അല്ലേ, എന്തെങ്കിലും ഒരാവശ്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം വേണ്ടേ. അപ്പോൾ ഇങ്ങനെ വെള്ളം എടുക്കും. ഇനിയിപ്പോൾ കുപ്പിയിൽ വെള്ളം തീർന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എനിക്ക് മിനറൽ വാട്ടർ കുടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. ഭയങ്കര ഡീഹൈഡ്രേറ്റിംഗ് ആയിട്ട് തോന്നും. ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സന്തോഷം. ഇനി ആലുമോൾക്കുള്ള ഫുഡ് ഉണ്ടാക്കിയെടുക്കണം. അവൾ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടോ. പിന്നെ ആലുമോളുടെ ഫസ്റ്റ് 1 ഡേ ട്രിപ്പാണിത്. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ഒരു പക്ഷേ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയാൽ പകുതിക്ക് വെച്ച് തിരിച്ചു വരേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ ഇത് നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് പോവാം. അപ്പോൾ ഞാൻ കായയുടെ കുറുക്കാണ് ഉണ്ടാക്കിയെടുക്കണം, നേന്ത്രക്കായയുടെ. റാഗിയൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഉരുണ്ടുണ്ട് കട്ട പിടിക്കും. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. ഞാൻ പിന്നെ കുട്ടിക്ക് കുറുക്കുണ്ടാക്കണതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ലോങ് ട്രിപ്പ് പോകുമ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ. ഇതങ്ങനെയൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ട രീതി എന്നൊക്കെ നമുക്ക് ആ വീഡിയോയിൽ ഞാൻ ചെയ്യാം. അടുത്ത പരിപാടി ബ്രേക്ക്ഫാസ്റ്റിൻ്റെയാണ്. ഞാൻ ഉപ്മാവ് ഉണ്ടാക്കിട്ടോ. എങ്ങനെയെങ്കിലും പോകുമ്പോൾ റവ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഉപ്മാവ് തന്നെയായിട്ട് എളുപ്പം. അപ്പോൾ ഞാൻ ഉണ്ടാക്കി. ഇനി ഇത് കഴിപ്പിക്കലാണ് ഏറ്റവും വലിയ പാട്. അങ്ങനെ ഞങ്ങളൊക്കെ ഇരുന്നും ഹരിയേട്ടൻ ഇങ്ങനെ ഓടി നടന്നും ഉപ്മാവൊക്കെ കഴിച്ചു ചേർത്തു. ഇനി ഒരു വഴിക്ക് പോലെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോവാം. കേട്ടോ, നമുക്ക് പോയിട്ട് വരാം. പോയിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൊണ്ടൊന്ന് പോയിട്ട് വരാം. ഗേറ്റ് അടച്ചില്ലെങ്കിലേ പട്ടി. അതാ നീലേ ആലിമോളെ. ആലിമോള അതാ ബിന്ദമ്മടെ മടിയിരിക്കണു. അമ്മ അതാ ചുരിദാറൊക്കെ ഇട്ട്. പൈപ്പ് മര്യാദകൾ കൊണ്ടുവരുന്ന അസറാണ് നിങ്ങളെ ബ്രാഞ്ച് സമ്മേളനം. ഒരു ഹായ് പറയണം. അതാ നമ്മുടെ മിഥുണ് കേട്ടോ. അതാ ലാലു. അതാ ഋതു. ഏതമ്മപ്പൻ ആവശ്യമില്ലാതെ നിക്കല്ലേന്നോ. ബാബുജി പാർക്ക് ബാബുജി പാർക്ക്. കളിച്ച ഞങ്ങൾ അട്ടപ്പാടി പോയിട്ട് വരാം. ഞങ്ങൾ തിരിച്ചു വരുമ്പോ നിന്നെ കൊണ്ടോ. അവിടെ ഞാൻ തുറന്നിട്ടില്ല, അവിടെ കടന്നിട്ട് കൊറോണയാണ്. നീലപ്പണി കഴിച്ചാണോ പെണ്ണെ? കുഞ്ഞാവിനെ കാണാൻ പാടില്ല. കുഞ്ഞാവ് കാണാനുണ്ടോ? ഓ ഈ ചെറുക്കന്റെ കാര്യം. കരിമ്പുഴ. ഈ പുഴ കുറച്ച് അപ്പുറത്തേക്ക് കുണ്ടിപ്പുഴ എന്നുള്ള പേരാവും. മാസ്ക് ഓടിക്കണ്ടേ? മാസ്ക് ഉണ്ടല്ലോ. അമ്മക്ക് മാസ്ക് ഉണ്ടോ? എന്റെ മാസ്ക് ഞാൻ 2 മാസ്ക് എടുത്തിട്ടുണ്ട്. ഇനി പോരണ മേടിക്കണ മേടിച്ചോ. വേണ്ട മേടിക്ക്. വേണ്ട, അത് 2 മാസ്ക് ഉണ്ടല്ലോ. ഇല്ലല്ല, 2 എന്റെ മാസ്കാ. മേടിച്ചോ. അമ്മയ്ക്ക് ഒരെണ്ണം കൂടി ആവുമല്ലോ. അല്ല, അത് ഞാൻ മേടിച്ചു കൊടുക്കോ തൽക്കാലം. ഇല്ല, ഞാൻ സഹായ മനസ്കല്ല. ചെക്ക് പോസ്റ്റിന് സഹായ മനസ്ക് ആവൂ. ഓ നോക്കടാ, സൂപ്പർ മഴ. ഇതേതാ? അതാ തത്തമംഗലം ബീച്ച്. ബീച്ച് ആ മഴവെള്ളപ്പൊക്കത്തുണ്ടായ ബീച്ചാട്ടോ അത്. ആ സ്ഥലം മഴവെള്ളപ്പൊക്കത്തിന്റെ കഴിഞ്ഞ പ്രളയത്തിലോ? ആലിമോള് പാട്ട് പാടുണ്ടോ? ആ കാണുന്ന മല ഉണ്ടോ അവിടേക്ക് കാണുന്നത്? ആ മലയുടെ മോളാണ് അട്ടപ്പാടി. അമ്മ നടന്നു വരുമ്പോഴത്തേക്കും അമ്മ അവിടെ കമ്പ്യൂട്ടിയോ. എപ്പോഴും മഞ്ഞായിരിക്കോ? വീട്ടിലെ ഊണ് ഞങ്ങളെ പിന്നെ ഗൾഫിൽ ഊണ കഴിക്കാറ്. സൂപ്പർ റെഡി.
കേറ മലയിങ്ങനെ പോണതേ. മലയിലേക്ക് എത്തിയിട്ടില്ല നമ്മളെ. മല അവിടെയാണേ. മാസ്ക് അവിടെ ഉണ്ടാവും. ബേക്കറിയിൽ മാസ്ക് ഇല്ലല്ലോ. ഞാൻ ചിറ്റോസ് ആണ് ചോദിച്ചത്. കുർക്കുറല്ലേ വേറെ മെയ്സ ചോളം. നോക്കണ മേലേക്ക് പോകണം. ചെരുപ്പൊക്കെ ഇവിടെ ഉണ്ട് പൊന്നു തരാ. ചെരുപ്പിട്ടനെ അങ്ങോട്ട് പോകും. ചെക്ക് പോസ്റ്റ് അവിടെ വെള്ളച്ചാട്ടം കണ്ടില്ല. കുറ്റിയത്. അപ്പൊ നീ എപ്പോഴും മഞ്ഞല്ലേ പിന്നെന്താ? നല്ല മഴയല്ല മല. മാസ്ക് മേടിച്ചില്ലല്ലോ. മാസ്ക് എന്നെ ഉണ്ടോ കേൾക്കാൻ പോയെ അവിടെ കാണുവാണെങ്കിൽ ചോരാണ്. ഇവിടെ മറ്റേ നീലിപ്പാണ്ടി എന്താ കീലാണ്ടി അല്ലേ? വേലിപ്പാണ്ടി. ആനയുടെ എന്താ അട്ടപ്പാടത്ത് പിടിച്ച ഒറ്റക്കൊമ്പൻ ആനയുടെ പേരെന്താ? എന്തൊരു ഇണ്ടിയാണ് വേലാണ്ടിയോ? ദൈവം അട്ടപ്പാടിക്കാരെ ദൈവം 30 ആൾക്കാരെ കൊന്നക്കണു മൊത്തം ആന. പക്ഷെ അവര് പറഞ്ഞത് ആന ഞങ്ങളുടെ ദൈവമാണ്, ആനക്ക് ഞങ്ങള് വേണ്ട തിന്നാൻ കൊടുക്കട്ടെ ആന. ആ ആന ഒരു പ്രാവശ്യം ചില സമയങ്ങളിൽ കൃഷിക്കാരൻ ആനയ്ക്ക് വേണ്ടി തിന്നാൻ വേണ്ടി പൈനാപ്പിൾ സാധനമൊക്കെ ഉണ്ടാക്കും. കരിമ്പൊക്കെ ചെറിയ ചെറിയ അരുവികള് ക്ലാസ് ആക്കി തരണം. തന്നാ സുഖല്ലേ? ഇതോ മേലേക്ക് നമുക്ക് നല്ല ഭംഗി. പുറത്തേക്ക് നല്ല പക്ഷെ മില്ലറ്റ് ഗ്രാമം. ഇതിന്റെ ചൂട് കയറി വന്നെ ജീപ്പനാടാ. അപ്പുറത്തെ ഉണ്ടായിരുന്നേ അയാളെ കണ്ടില്ലല്ലോ. അച്ചുവണ്ടികളെ വണ്ടികളെ ആ പാറ മുകളിൽ കയറി നമ്മള്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെൻഡാണിത്. അതുകൊണ്ട് തന്നെ ആൾക്കാർ വണ്ടിയൊക്കെ നിർത്തി ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും ഫോട്ടോ എടുക്കാനൊക്കെ ആഗ്രഹിക്കും. ആൾ കൂടുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ടാവും, കുരങ്ങന്മാരൊക്കെ ഉണ്ടാവും. കുരങ്ങനെ ഫുഡ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് നോക്കുമ്പോൾ കാണാം വായ ഫുള്ളായിരിക്കും പറ്റുന്നുണ്ട്.
പിന്നെ ഇവിടെ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഒരുപാട് ചരക്ക് ലോറികളൊക്കെ പോകുന്നല്ലേ, അവയ്ക്ക് സുഗമമായിട്ട് വളഞ്ഞു തിരിഞ്ഞ് ഇറങ്ങി പോകാനും മറ്റു വണ്ടികൾക്ക് സൈഡ് കൊടുക്കാനൊക്കെ ഈ ഒരു സ്പേസ് അത്യാവശ്യമാണ്. നമ്മളവിടെ വണ്ടിയൊക്കെ നിർത്തി കൂട്ടം കൂടി നിൽക്കുമ്പം ആ ഒരു ബുദ്ധിമുട്ട് വരും, അവിടെ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10-15 മിനിറ്റ് കൂടുമ്പം ഈ ഒരു വഴിക്ക് പോലീസ് ഉണ്ടാവും. നമ്മളവിടെ കൂട്ടം കൂടി നിൽക്കുകയാണെങ്കിൽ അവർ നമ്മളെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞയക്കും. ഞങ്ങളിവിടെ നിർത്തണ്ടെന്ന് വിചാരിച്ച് നേരെ പോയതാണ്. പക്ഷേ നമുക്ക് വയനാട് ചുരം പോലെ ഒരുപാട് വ്യൂ പോയിന്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഈ ഒരു വട്ടപ്പാട് ചുരത്തിൽ. അതുകൊണ്ട് തിരിച്ച് വന്ന് ഒരു 2 മിനിറ്റോടെ സ്പെൻഡ് ചെയ്തു. അപ്പോഴേക്കും തന്നെ പോലീസ് വന്നിട്ട് എല്ലാവരെയും പറഞ്ഞയച്ചു കേട്ടോ. ഞാൻ ഇവരല്ലേ അവിടെ കണ്ടത് താഴെ? സെൽഫി ഓ, വെള്ളം കൊള്ളിയല്ല. ലാലുവിന് ഇറങ്ങി കളിക്കാൻ പാകം വെള്ളം. ഒരു ഫോട്ടോക്കെ തീർന്ന് ഭക്ഷണം കഴിക്കാൻ ഈ പിള്ളേർക്കുള്ള മേടിക്കണ്ടേ? എനിക്ക് വാട്ട ബിരിയാണി ഇടുന്നു. വാട്ട ബിരിയാണി ഇവിടെ നിങ്ങൾക്ക് വാള് ബിരിയാണി ചെയ്തടാ. ആ അത് ബിരിയാണി ഉണ്ട്, അത് നിങ്ങൾക്ക് മേടിച്ച് കഴിച്ചതിന് ശേഷം ഞാൻ പറയാം. ഓ, ഇനി അരിയട്ടോ ഓരോ ചുമ്മാ വൃത്തിയുടെ കഥകൾ. അല്ല, നല്ലതാണ്. എന്തൊരു ഒന്നുമില്ല, തോക്കില്ല. ആ മണലും കൊണ്ടുടെ മറവില് വീടാണല്ലോ. ഇതൊക്കെ ഇവിടെ പൊന്നംകോട് ചെല്ലിപ്പാറ പോയിട്ട് ഭക്ഷണം പഠിക്കണം. ആദ്യം ഭക്ഷണം പഠിക്കണം. എന്താ പഠിക്കുന്നത്? ഹോട്ടലോടെ കണ്ടുപോ. റോട്ടിൽ കൂടെയാണോ വെള്ളം ഒഴുകണേ? ഇവിടെ നടക്കണ റോട്ടിൽ കൂടെ. ഇവനൊക്കെ ഇവിടെ താമസിച്ച വെറും വെള്ളത്തിൽ കളിയാവും. നല്ല രസം ചെടികൾ. കള്ളമല. ഒരു മരം കണ്ട, പൂമരം കണ്ട, ചുമപ്പ് പൂക്കളായിട്ട്. അറിയോ? ശരി ശരി. ആ ഇടയ്ക്കൊക്കെ വണ്ടിയിലൊന്ന് ഓടുന്നുണ്ട്. അവിടെ ആള് നിൽക്കോട്ടോ.
മല്ലീശ്വരം മുടിക്ക് പോണ കാര്യം പറഞ്ഞില്ലേ? അത് പോവാ, മല്ലേശ്വരം മുടിക്ക് പോവാ. മല്ലേശ്വരം മുടി എന്ന് പറയുമ്പോൾ നമ്മളെ ഏറ്റവും വലിയൊരു ശിവരാത്രി ഉത്സവം നടക്കുന്ന ഒരു അമ്പലം. ഇവിടുത്തെ ഒന്നുമല്ല, പാലക്കാട് ജില്ലയിൽ തന്നെയാണോ പറയാൻ. ഇവിടേക്ക് ഈ ഉത്സവം കാണാനായിട്ടേ ഞാൻ വന്നിട്ടുണ്ട് കുറെ മുന്നേ. അന്നെൻ്റെ ബൈക്കാണ്. അത് തന്നെ, അത് ശിവൻ മലയുടെ മുകളിൽ വലിയൊരു മല്ലീശ്വരം മുടിയാണ്. വലിയ മലയുടെ മുകളിൽ ശിവനെ അതിന്റെ ഈ ആദിവാസി മൂപ്പന്മാരും ഇവരൊക്കെ പാടെ പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് അതിന്റെ തീർത്ഥം കൊടുന്ന താഴത്ത് കൊടുക്കുന്ന പരിപാടി ഉണ്ട്. വലിയൊരു ചടങ്ങാണത്. അന്ന് സാധാരണ അന്യനാട്ടിലത്തെ ആൾക്കാരെ പോലീസുകാരോട് പ്രവേശിപ്പിക്കില്ല. കാരണം അന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ ഒരുപാട് ഊരിൽ ഒരുപാട് എല്ലാവരും വന്ന് കൂടും. അപ്പൊ അത് വന്ന് കൂടുമ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ഇപ്പൊ എല്ലാതും മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇവിടുത്തെ ആൾക്കാരാണ്, ഇവിടുത്തെ മഹാഭാവം പിടിച്ച ആൾക്കാരെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ പോലീസുകാരെന്ത് ചെയ്യും, ആ ദിവസത്തില് പുറത്തുള്ള സ്ഥലത്തുള്ള ആൾക്കാരെ ആ ഏരിയക്ക് കടത്തില്ല. അങ്ങനെ സംഭവം ഇപ്പൊ അടുത്തൊക്കെ അങ്ങനെ ആരെങ്കിലും ആ ഊരിലുണ്ടെങ്കിൽ അവരുടെ കെയർ ഓഫിൽ ഇടിച്ചാൽ അങ്ങോട്ട് കയറാം, അതല്ലെങ്കിൽ ആ പാലത്തിന്റെ അവിടെ ബ്ലോക്ക് ചെയ്യും. ആ അമ്പലമാണ്. എന്നിട്ട് നേരെ താഴത്തേക്ക് മല്ലീശ്വരം മുടി വരും. ആ അമ്പലത്തിൽ തീർത്ഥം കൊടുക്കും. ഞാൻ കാണിച്ചു തരാം, അമ്പലം കാണിച്ചു തരാം കേട്ടാ. നമ്മുടെ ചെറിയൊരു അമ്പലം കാണുന്നുണ്ടല്ലോ, അതൊന്നല്ല, അമ്പലല്ലേ മല്ലീശ്വരം മുടി കാണിച്ചു തരാം. പ്രകൃതി ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അട്ടപ്പാടി ചുരത്തിലൂടെയുള്ള ഈ ഒരു യാത്ര ഇഷ്ടപ്പെടും. വയനാട് ചുരം പോലെ ഒരുപാട് വ്യൂ പോയിൻറ്റ്സോ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻസോ ഒന്നും ഈ ഒരു റൂട്ടിലില്ല. പിന്നെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റിൻ്റെ അവൈലബിലിറ്റിയാണ്. ഈ ഒരു റൂട്ടിൽ ഒരുപാട് ടൗണുകളോ അല്ലെങ്കിൽ ടോയ്ലറ്റോ നമുക്ക് കണ്ടുമുട്ടാൻ സാധ്യതകളില്ല. അപ്പോൾ ഇനി അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫുഡ് മേടിക്കുക, എവിടെയെങ്കിലും ഒരു ടോയ്ലറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു ഹോട്ടല് കണ്ടെത്തിയിട്ടുണ്ട്. എന്താ വേണ്ടേ? അവന് ബിരിയാണി എടുത്തു. അവന് ബിരിയാണി അല്ല ഇഷ്ടം. അവന് കുട്ടികൾക്ക് അവർക്ക് പൊറോട്ട നല്ലത് ഇഷ്ടം. കടലിരിക്കണ കേക്കാണോ? കപ്പ് കേക്ക്. പൊന്നിനും ഉറങ്ങി. നിങ്ങൾക്ക് ഉറങ്ങൊന്നും വേണ്ടടാ. ഇതുവല്ല നേരത്തെ നേട്ടതാ എഴുന്നേറ്റിട്ട് വെജിറ്റബിൾ ബിരിയാണി കഴിക്കണ്ടേ? വല്ല ഉരുളക്കിഴങ്ങൊക്കെ ആയിരിക്കും. ഉരുളക്കിഴങ്ങും ചേനയൊക്കെ ആയിരിക്കും. ഇനിയിപ്പൊ എന്തായാലും അതേ ഉള്ളൂ, അതേ പറ്റുള്ളൂ. പൊറോട്ട മതി. ഫുഡൊക്കെ വാങ്ങി നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് കോട്ടത്തറ സ്ഥിതി ചെയ്യുന്ന ഗവൺമെൻറ് ട്രൈബൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഈ ഒരു ഭാഗത്തുള്ള ജനങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ ആശ്വാസകരമാണ്. വളരെ കുറഞ്ഞ നിരക്കിൽ നല്ല ചികിത്സ നമുക്ക് ഇവിടുന്ന് ലഭ്യമാകുന്നതാണ്. പുറത്തുള്ള ആളുകൾക്കും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ഫുഡ് ഫ്രീ ആണ്. കാശുണ്ടെങ്കിൽ കൊടുക്കാം, കാശില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇവിടെ ക്യാൻറ്റീനിൽ നിന്ന് ഫ്രീ ആയിട്ട് ഫുഡ് മേടിക്കാം. പുറത്ത് വെച്ചോ ഉള്ളിൽ വെച്ചൊക്കെ കഴിക്കാം. പുറത്തൊക്കെ നല്ല ആംബിയൻസ് ആണ്, നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇഷ്ടംപോലെ ചെടികളുണ്ട്, മരങ്ങളുണ്ട്. അതിൻ്റെ പുറത്തൊക്കെ കൊണ്ടുവച്ച് കഴിക്കാം. വളരെ നീറ്റാണ്, കാം ആൻഡ് നീറ്റാണ്. ചെറിയ തണുപ്പുണ്ട്, ചൂടുമുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ അധികം ആർക്കും അറിയില്ലായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കഞ്ഞി ഫ്രീ കൊടുക്കും. ഞാൻ ഇവിടെ കഞ്ഞി കുടിക്കും. ഇവിടെ നിന്നിട്ട് ഇതൊരു കോട്ടേഴ്സ് കേട്ടോ. ഈ മേലെ കണ്ട ഒരു കോട്ടേഴ്സ്. ഇവിടുത്തെ ഈ ഒരു ഭാഗത്തെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അതായത് നമ്മുടെ ആൾക്കാർ സർജറി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് പോകും. കാരണം നമ്മുടെ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലേ അവിടെ ഭയങ്കര ഒട്ടും ശ്രദ്ധയില്ല. പക്ഷെ ഇവര് എല്ലാവരും ഇവിടുത്തെ ആൾക്കാരൊക്കെ ഏട്ടാന്ന് വിളിക്കട്ടോ. നമ്മളൊക്കെ എത്രയും പ്രായ ആൾക്കാരൊക്കെ ഭയങ്കര സ്നേഹത്തോടെ നഴ്സുമാരൊക്കെ നോക്കുക. ഇവിടെ എല്ലാ മാസം ഈ രോഗികൾ പിരിഞ്ഞു പോകുമ്പോ ഇഷ്ടപ്പെട്ട നഴ്സിന്റെ പേര് പറയും. 1ാം സ്ഥാനം, ടോപ്പ് സ്റ്റാർ. ഞാൻ ഇവിടെ ചായ പിടിക്കും. ഇവിടെ നല്ല ആംബിയൻസ്. ഇവിടെ മരത്തിനോട്ടിലാണ് ഞാൻ ചായ പിടിക്കാം. അവിടെ മരം കണ്ടോ? പിന്നെ ഇത് വലിയ മീൻകുളമുണ്ട് ഇവിടെ. ഞാൻ കാണിച്ചത് ഷജിയുടെ ഭർത്താവ് ഇവിടെ ജോലി ചെയ്യുന്നു. ഷജി ഇത് നടന്നു. അവള് ഇവിടെ നിന്നാണ് കുട്ടനെ പഠനം ശരിയായിട്ട്. ആ കാണുന്ന മീൻകുള അത് ഫുള്ള് ആ മരത്തിലോട്ട് ഫുള്ള് ആൾക്കാർ ഇരിക്കുന്ന സ്ഥലം കേട്ടോ. അതാ അവിടെ ആയിരിക്കണം ആൾക്കാരിക്കണം. ആ ചായക്കടി ഹോട്ടലാണ്. അവിടെ ആൾക്കാർക്ക് ഹോട്ടലിൽ ഫ്രീ ആയിട്ട് ഫുഡ് മേടിക്കുക. മരത്തിന്റെ തൊട്ട് കൂടെ ഇരിക്കാനുള്ള കല്ലിന്റെ അതാണ് ഇങ്ങനെ നടക്കുന്നുണ്ടത്.
കാലി കട്ടമാടി. ഇല്ലില്ല, ഫുഡ് കൂട്ടിപ്പോ കഴിക്കാനാ. ഇങ്ങോട്ട് പോയേക്കണോടി, ഇങ്ങോട്ട് പോയേക്കണോ? അങ്ങോട്ടോ? അപ്പൊ മറ്റേ അമ്പലം എവിടെ? അത് തെരഞ്ഞു നോക്കാം. എവിടെ എനിക്കൊരു ഐഡിയ ഇല്ല. ബാക്കിലാണെന്ന് ഓടിച്ചത്. നമ്മളിന്നാണ് മുള്ളിലേക്ക് പോവാട്ടോ. മുള്ളി ഫോറസ്റ്റ്, ആനക്കട്ടി, മുള്ളി പുതു. പക്ഷെ വെള്ളം കലക്കല. തണൽമാരല്ല, ചുമടെടുപ്പിക്കാണ് കേട്ടോ. ഇതാണ് മണ്ണ മുടിക്കാണ്. ഇതാണ് മണല് സാൻഡ്. പുഴന്ന് അതിന്റെ ഉടമസ്ഥ പോണു കബഡിയൊക്കെ ആയിട്ട്. ചെറിയ കുട്ടികള് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം നോക്കടി. ഞാൻ നോക്കണ്ടേ ഇപ്പൊ ഇല്ല, കാണാത്തപ്പോ ഞാൻ എന്താ ചെയ്യാ? പിന്നെ ഇതാണ്ടാ കഴുതാ. പഞ്ഞിമിഠായി, പഞ്ഞിമിഠായി. അത് അതിന്റെ താഴെ പഞ്ഞിമിഠായാണ്. അത് മേത്തേക്കണ ചകിരി. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങിയതാ കുറേ ദൂരം യാത്ര ചെയ്തിട്ടാണ് കേട്ടോ ഫൈനലി ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചത്. ഭക്ഷണം കഴിക്കാനാണ്. നല്ല ഭംഗിയുള്ള തണലുള്ള സ്ഥലം നോക്കി നടക്കുമായിരുന്നു. ഇവിടെ നിറയെ കാറ്റാടിപ്പാടങ്ങളൊക്കെ ഉണ്ട്, നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട്, എന്നാൽ ചെറിയ ചൂടുമുണ്ട്. പക്ഷേ ആ ഒരു കാറ്റ് കാരണം നമുക്ക് ആ ഒരു ചൂട് അറിയുന്നില്ല കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഇവിടെ ഒരു ട്രൈബൽ ആയുർവേദ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. വലിയൊരു മരമൊക്കെ ഉണ്ട്, മുന്നേ ഇറക്കാണ് കേട്ടോ. പ്രകൃതി രമണീയമായി സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ആ സമയം കൊണ്ട് കാറ്റാടിപ്പാടത്തിന്റെ അടുത്തുനിന്ന് പോയിട്ട് വരാം. പിള്ളേരെ നമ്മൾ കുറച്ചെങ്കിലും മുന്നോട്ട് പോരുമ്പം ഇവിടെ ഇതാ കൃഷിയുണ്ട്. ഇത് നെൽകൃഷിയല്ല കേട്ടോ, പുൽകൃഷിയാണ്. പശുവിനൊക്കെ കൊടുക്കുന്ന പുല്ലില്ലേ, അത് കൃഷി ചെയ്തേക്കുവാണ്. തട്ടായിട്ട് നമ്മുടെ ഞാറൊക്കെ നടുമ്പോൾ കാണുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് ഇതിങ്ങനെ കാണുമ്പോൾ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ, നല്ല പച്ചപ്പ്. അങ്ങ് ദൂരെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. അതിനേക്കാൾ ദൂരെ കാറ്റാടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ്, നല്ല തണുപ്പുമാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ. ഇനി നമ്മൾ പോകുന്നത് മല്ലേശ്വരമുടിയിലേക്കാണ്. മല്ലേശ്വരമുടിയെ പറ്റി പറയുകയാണെങ്കിൽ അട്ടപ്പാടി മലനിരകളിലെ ഒരു പീക്ക് പോയിൻ്റാണ് മല്ലേശ്വരമുടി. ഇവിടുത്തെ കാലാവസ്ഥേനെയും ഭൂപ്രകൃതിനെയൊക്കെ ഇങ്ങനെ നിലനിർത്തുന്നതിൽ ഈ ഒരു മല്ലേശ്വരമുടിക്ക് വലിയൊരു പങ്കുണ്ട്. അതിൻ്റെ താഴ്വാരത്താണ് മല്ലേശ്വര ടെമ്പിളും ഭവാനി നദി ഒഴുകുന്നതും. മല്ലീശ്വരൻ എന്ന് പറയുന്നത് ശിവനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ ഒരു മല്ലീശ്വരമല ഇറ്റ്സെൽഫ് അവർ വിചാരിക്കുന്നത്, അതിനെ പ്രാർത്ഥിക്കുന്നത് ശിവലിംഗമായിട്ടാണ്. അതുകൊണ്ടാണ് മല്ലീശ്വരൻ അമ്പലത്തിലെ ഉത്സവത്തിന് വ്രതമെടുത്ത പുരുഷന്മാർ മല കയറുകയും മേലെ പോയി പ്രാർത്ഥനയും പൂജയും എല്ലാം കഴിഞ്ഞിട്ട് അവിടുത്തെ തീർത്ഥവുമായി താഴെ കാത്തിരിക്കുന്ന ഭക്തർക്ക് കൊടുക്കുകയും ചെയ്യുന്നത്. ഇറങ്ങാൻ പറ്റില്ല കേട്ടോ.
ഈ പ്രദേശത്തിന് മല്ലേശ്വരം മുടി എന്ന് പറയാൻ കാരണം പണ്ട് ശിവനും പാർവതിയും ഈ ഒരു ഭാഗങ്ങളിലൂടെ വരികയും ഇവിടെ വിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് പാർവതി ശിവനോട് മുല്ലപ്പൂ അല്ലെങ്കിൽ മല്ലിപ്പൂ ആവശ്യപ്പെടുന്നുണ്ട് തലയിൽ ചൂടിത്തരാൻ. അങ്ങനെ ശിവൻ പാർവതിയുടെ മുടിയിൽ മുല്ലപ്പൂ ചൂടിക്കൊടുക്കുകയാണ്. മുല്ലപ്പൂ മല്ലിപ്പൂ രണ്ടും കറക്റ്റ് അല്ലേ? രണ്ടും ഒന്നല്ലേ? അങ്ങനെയാണ് ഇവിടെ മല്ലീശ്വരൻ മുടി എന്ന് പേര് വരാൻ കാരണം. ശിവൻ മുല്ലപ്പൂ പാർവതിയുടെ മുടിയിൽ ചൂടിക്കൊടുത്ത ഒരു സ്ഥലം. ഇവിടുത്തെ ജനങ്ങൾ അവരോട് ആവശ്യപ്പെടുകയാണ്, ഇവിടുന്ന് പോവരുത്, ഇവിടെ തന്നെ ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് അവർ ആവശ്യം പറയും. അങ്ങനെ ശിവനും പാർവതിയും ഇവിടെ ഇരിക്കുകയും അങ്ങനെയാണ് ഇവിടെ അമ്പലമൊക്കെ ഉണ്ടായത്. ഇവിടെ അമ്പലത്തിൻ്റെ ചടങ്ങൊക്കെ ഉണ്ട്, മുല്ലപ്പൂ മാറ്റം ചടങ്ങുണ്ട്. അപ്പോൾ അവിടുത്തെ സ്ത്രീകൾ മുല്ലപ്പൂ കൊണ്ടുവരും. അത്